വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. നാട്ടുകാരൊക്കെ ഉത്രാടപ്പാച്ചിലാണെങ്കിലും നേതാക്കളൊക്കെ ഓണാഘോഷത്തിലാണ്. ദോഷം പറയരുതല്ലോ. ഭരണമില്ലെങ്കിലും ശരി, നമ്മുടെ കോൺഗ്രസ് നേതാക്കളാണ് ഓണം അറിഞ്ഞാഘോഷിക്കുന്നത്. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, ഉത്തിറയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, ഉത്തിറയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിയും പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലകരിയിൽ അടിമുടിയുലയുകയായി. മലയാളികളുടെ ദേശീയോത്സവമായ തിരുവോണം ഒരിക്കൽ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തപ്പെടുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് ആർഷഭാരത സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് പറയുന്ന രാമായണമാണ്. രാമായണത്തിലാണ് ഏറ്റവും കൂടുതൽ പിതൃഭക്തിയുള്ളത്. രാമായണത്തിലാണ് ഏറ്റവും കൂടുതൽ മാതൃഭക്തിയുള്ളത്. രാമായണത്തിലാണ് ഏറ്റവും കൂടുതൽ സഹോദര സ്നേഹമുള്ളത്. രാമായണത്തിലാണ് ഏറ്റവും കൂടുതൽ ഭാര്യാഭർത്തൃ പ്രണയമുള്ളത്. രാമായണത്തിലാണ് ഒരു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം, പ്രജകളെ എങ്ങനെ സ്നേഹിക്കണം, ഒരു ഭരണം എത്ര സുതാര്യമായിരിക്കണം എന്നൊക്കെ രാമായണത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പോലും ഒരു രാമരാജ്യം ഈ രാജ്യത്തുണ്ടാകണമെന്ന് പറയുന്നത്. പിതൃഭക്തിയുള്ള, മാതൃഭക്തിയുള്ള, സഹോദര സ്നേഹമുള്ള, ഭാര്യാഭർത്തൃ പ്രണയമുള്ള, സുതാര്യമായ ഭരണമുള്ള, ജനങ്ങളെ സ്നേഹിക്കുന്ന ഭരണാധികാരികളുള്ള ഒരു രാമരാജ്യം ഇവിടെ ഉണ്ടാകണമെന്ന് മഹാത്മാഗാന്ധി പോലും പറഞ്ഞത് ആ കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ആർഷഭാരത സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ രാമായണം എന്തനുശാസിക്കുന്നു, ആ അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം ഒരു കാലഘട്ടത്ത് നമ്മുടെ ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതായി സങ്കല്പിക്കപ്പെടുന്നു. ആ സങ്കല്പത്തിൻ്റെ ഓർമ്മകൾ പോലും മധുരമായതുകൊണ്ടാണ് ആ മധുരമായ ഓർമ്മകൾ ആണ്ടിൽ ഒരിക്കലെങ്കിലും ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാകുന്നത്. അതുകൊണ്ടാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത്. അല്ലെങ്കിലും ഓണത്തിൻ്റെ ഐതിഹ്യവും പുരാണവും വ്യാഖ്യാനിച്ചു തരാൻ ഉണ്ണിത്താനോളം നിഷ്ണാതനായ ഒരാളെ വേറെ കേരളത്തിൽ കിട്ടാൻ പ്രയാസമാണ്. ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്, കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. കാപട്യം നിറഞ്ഞ ലോകത്ത് ജനങ്ങളെ സ്നേഹിക്കാനുണ്ടായ ഒരു ഹൃദയം, അതൊരു പരാജയമായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഇന്നത്തെ ലോകം കാപട്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാലത്ത് കള്ളവും ചതിയുമില്ലായിരുന്ന, എള്ളോളം പൊളിവചനങ്ങൾ പറയാത്തൊരു കാലം ഈ ലോകത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്മരണയാണ് നമ്മൾ. കാപട്യം നിറഞ്ഞ കാലത്ത് ജനങ്ങളെ സ്നേഹിച്ചു പരാജയപ്പെട്ടു പോയ ഒരാളെ എഴുന്നള്ളുന്നുണ്ട്. ഞാൻ ചെരുപ്പ് കാര്യം ചെയ്യാം. കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ ഗ്രാമം പൂർണ്ണമായും കാർഷിക സംസ്കാരത്തിലേക്ക് തിരിയുകയാണ്. കടുത്തുരുത്തി MLA മോർസ് ജോസഫും എല്ലാ ജനപ്രതിനിധികളും ചേർന്ന് ഒരുക്കുന്ന ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് VM സുധീരൻ. ഒരു ഗ്രാമം അതിൻ്റെ സർവ്വ ചൈതന്യവും ആവാഹിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ഏറ്റവും കണ്ട പ്രത്യേകത ഇവിടെ ജനങ്ങളുടെ ഇടയിൽ കണ്ട ഒരുമയാണ്, ഐക്യമാണ്. ഇവിടെ ഒരു തരത്തിലുള്ള വേർതിരിവുകളില്ല. ജാതി, മത, രാഷ്ട്രീയ അതിപ്രസരം ഒന്നുമില്ലാതെ ജനങ്ങൾ
ഒന്നിച്ച് ഒരുമയോടുകൂടി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ശ്രീ മോഹൻസിൻ്റെ സാന്നിധ്യം, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, എൻ്റെ പ്രിയ സുഹൃത്ത് DCC പ്രസിഡന്റ് ടോമി കല്ലാനി, അങ്ങനെ അവരുടെ എല്ലാം പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു വലിയ നിര, ഈ നാട് മുഴുവൻ ഒന്നിച്ച്. പിന്നെ ഏറ്റവും വലിയ അനുഭവം എനിക്കുണ്ടായത് കാളവണ്ടിയിൽ ഒന്ന് കയറി യാത്ര ചെയ്യാൻ സാധിച്ചു. പണ്ട് കുട്ടിക്കാലത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നെല്ലിയാമ്പതി ഫാറത്തിൽ, അന്ന് അച്ഛൻ അവിടെ ജോലിക്കാരനായിരുന്നു, അന്ന് അവിടെ ഈ ഓറഞ്ച് ഫാറത്തിൻ്റെ പിന്നെ കാളവണ്ടി കൊണ്ടുവന്നത്, അതിൽ കയറി യാത്ര ചെയ്ത് ഞാൻ ഓർക്കുകയായിരുന്നു. നല്ലൊരു അനുഭവമാണ്. ചാക്കോച്ചനാണ് കാളവണ്ടി നയിച്ചത്. വളരെ സുരക്ഷിതമായി അദ്ദേഹം ഇവിടെ എത്തിച്ചു. കഴിഞ്ഞില്ല. KPCC പ്രസിഡന്റ് ചൂണ്ടയിടാൻ മിടുക്കനാണ് എന്ന് കേട്ടത് കാരണം അവർ അതും ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ചൂണ്ടക്കാരനല്ല. എനിക്ക് പിന്നെ ചൂണ്ടയിട്ട് വലിയ വൈദഗ്ധ്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മത്സരം ഉദ്ഘാടനം ചെയ്യുന്നേ അത്രയേ ഉള്ളൂ. അപ്പോൾ മുന്നണിയിൽ നിന്ന് പുറത്തു പോയവരാരെങ്കിലും തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? ഇന്നത്തെ പരിപാടിക്ക് ഒരു രാഷ്ട്രീയവുമില്ല. ഈ ചൂണ്ടയും രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും. ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമില്ലാത്ത ഒരു വലിയ സംരംഭമാണ്, വലിയൊരു പരിപാടിയാണ്. വളരെ വളരെ സന്തോഷം. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമില്ലാത്തതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ കൊല്ലം കാണാം. എന്ത് ആഘോഷമാണെങ്കിലും അതിൻ്റെ അർത്ഥമറിഞ്ഞാലേ ആഘോഷം പൂർണ്ണമാകും. ഓണത്തിൻ്റെ നമ്മുടെ അമ്മമാരും സഹോദരിമാരുമൊക്കെ ഓണ ദിവസം നല്ലതുപോലെ വീട്ടുമുറ്റത്തേക്ക് കോടിയെല്ലാം ഉടുത്ത് ഇറങ്ങുന്നു എന്നതും ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. കേരളം കേരളം കേളി കദംബം പൂക്കും കേരളം കേരളി സദനമാമൻ കേരളം. വരവേൽക്കാനാളു വേണം, കൊടിതോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി മഹിള കോൺഗ്രസ്. എല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആവർത്തങ്ങാർക്കുമൊട്ടില്ലതാനും മബലിനാരാജനയുമില്ല, എള്ളോളമില്ല പൊളിവചനം. വിത്തും കൈകോട്ടും പാടും പോലെ പുലരാ പുലരി വരുന്നേ, വിത്തും കൈകോട്ടും പാടണ പുലരാ പുലരി വരണേ, വിത്തും കൈകോട്ടും പാടണ പുലരാ പുലരി വരണേ. അന്നപ്പര കിഴിപ്പോ പൊന്നോണ ചുങ്കരൻ വാ,
അന്നപ്പാര കിഴിപ്പോ പൊന്നോണച്ചൊങ്കരൻ വാ ഓണം വന്നേ പൊന്നോണം പിറന്നേ നിന്മനോരാജ്യത്ത് രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവല്ലം തുഴയാൻ ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവല്ലം തുഴയാൻ കരളിലുറങ്ങും കതിർ കാണാക്കിളി കാത്തിരിപ്പൂ നിന്നെ. മഹിളാ കോൺഗ്രസുകാർ കൊടിക്കുന്നിൽ സുരേഷിനെ കാത്തിരുന്നത് വെറുതെ അല്ല കേട്ടോ, ഇതാ ഇതിനായിരുന്നു. കൊടിക്കുന്നിൽ ഓണാഘോഷം അങ്ങനെയാണെങ്കിൽ തിരുവഞ്ചൂർ ഓണാഘോഷം ഇതാ ഇങ്ങനെയാണ്. കോൺഗ്രസുകാർ ആഘോഷിക്കട്ടെ. പൊളിമിക്സ് ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നിട്ട് സർക്കാർ ഓണം കാണാം. എല്ലാത്തിനും എന്നതുപോലെ ഓണാഘോഷത്തിനും അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. അതറിഞ്ഞു വച്ചാലേ ആഘോഷം പൂർണ്ണമാകൂ. സാധാരണ എല്ലാ ദിവസവും ദൈവങ്ങളെയാണ് വാഴ്ത്താറുള്ളത്. എന്നാൽ ഈ ഒരു ദിവസം മാത്രമാണ് ദൈവത്തെ വിട്ട് ദൈവം ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയ ഒരു അസുര ചക്രവർത്തിയെ നാം ആരാധിക്കുന്നത്. ദൈവത്തിന് പകരം അസുരനെ ആരാധിക്കുന്ന മറ്റൊരു ദിവസം വിശ്വാസികളുടെ കലണ്ടറിൽ കാണാനേ കഴിയില്ല. അത് ഈ ഓണത്തിന് മാത്രം പ്രത്യേകമായി അവകാശപ്പെട്ട ഒന്നാണ്. ഇത് അസുലഭമായ ഒരു വേദിയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക
വരദാനങ്ങളും കേരളത്തിലെ പ്രഗത്ഭമതികളായ ഭരണാധികാരികളെ കൈകോർത്ത ഒരു വേദിയിൽ വന്നെത്തി എന്നുള്ളത് തന്നെ കേരളത്തിൻ്റെ ഭാവി കേരളത്തിൻ്റെ ഒരു യാത്രയാണ് ഇവിടെ ആരംഭിക്കുന്നത്. പുതിയ കേരളം ഉയർന്നു വരികയാണ്. പഴുക്കാക്കിന്റെ പഴുപ്പും മുഴുപ്പും കൊഴുപ്പും തട്ടിയുടഞ്ഞ വെടലത്തേങ്ങ ചിരിപ്പും തരിപ്പും തെറിപ്പും ആരംഭത്തീരമ്പത്തൂരമ്പത്തേരമ്പം ആലോലുല ചേരുല ബാലുല കിഴക്ക് നേരെ വലക്ക് വേലേ പണ്ട് അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചാൽ അതിന് സമാനമായ ഒരു കാലത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് അത് വലിയ ഊർജം പകരുക തന്നെ ചെയ്യും. മനുഷ്യരെല്ലാം ഒന്നുപോലെ സമഭാവനയോടെ കഴിയുന്ന ഒരു കാലം, കള്ളവും ചതിയുമില്ലാത്ത കാലം, മനുഷ്യരെല്ലാം ആമോദത്തോടെ കഴിയുന്നൊരു കാലം. അത്തരമൊരു കാലം നമ്മുടെ സങ്കല്പമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും ഏർപ്പെട്ടിട്ടുള്ളത്. എൻ്റെ കൊച്ചിലെ കേട്ടു വളർന്ന, ഞാൻ ഒരിക്കലും സ്റ്റേജിലോ എവിടെയെങ്കിലും പാടാത്തതുമായ വളരെ വിശേഷപ്പെട്ട ആ വരികൾ ഒന്നുകൂടി നിങ്ങളുടെ കാതിലേക്കൊന്ന് ഓർപ്പിക്കുകയാണ് എൻ്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമുട്ടില്ലതാനും. ആധികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ആധികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ദുഷ്ടരെ കൺകൊണ്ടു കാൺമാനില്ല, നല്ലവരല്ലാതെയില്ല പാരിൽ. കള്ളവുമില്ല ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ളവുമില്ല ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ളം പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം
ആപത്തങ്ങാർക്കുമുട്ടില്ല താനും. ഇങ്ങനെയൊരു സ്ഥിതി നമ്മുടെ കേരളത്തിൽ ഭാവിയിലുണ്ടാവാൻ ആ മാവേലിയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ആ പ്രാർത്ഥനയ്ക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പൊളിമിക്സ് രംഗം വിടുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.